ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൽ പ്രധാനമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു പോവാന്നുള്ളതാണ്. അതായത് പിന്നെ കുറെ ഡീപ്പായിട്ട് പഠിച്ചാൽ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് നിർബന്ധമായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഇംഗ്ലീഷ് പറയുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സ്ഥലത്ത് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അത് പറയാനും ഒക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് വരും. പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വാക്കിൽ എന്തെങ്കിലും പിഴവ് വരുമോ എന്നുള്ളതാണ്. കുറച്ചൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ചും ആ പറയുന്ന കാര്യങ്ങളുടെ ഇംഗ്ലീഷ് വാക്കുകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയും. പക്ഷെ അതിൽ എന്തെങ്കിലും തെറ്റ് വരുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ തെറ്റുകൾ അതിൽ പരിഹരിക്കേണ്ടത് എങ്ങനെ അത് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന ആ ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ടെൻസുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയും. അങ്ങനെയാണ് നമ്മൾ ഈ കാര്യത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്കും വീഡിയോ കണ്ടിട്ട് ഒരു ബോർ വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന കാര്യം പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ മലയാളികളായ ഒരാൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഭാഷയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു ലാംഗ്വേജ് ആയിട്ടാണ് ഇംഗ്ലീഷ് വരിക. നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജുകളൊക്കെ നോക്കുമ്പോൾ മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഉറുദു ആണെങ്കിലും ഒക്കെ ഒരേപോലത്തെ സ്ട്രക്ചറിലായിരിക്കും പറയാം. നമ്മുടെ ആ വാക്കുകൾക്ക് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിലേക്ക് ഒരു കാര്യം വരുമ്പോൾ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ പോലും വാക്യത്തിന്റെ ഘടന പോലും എന്തായിരിക്കും മാറ്റമായിരിക്കും. ഉദാഹരണത്തിനായിട്ട് എന്താണ്, ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഞാൻ എന്നാണ് ആദ്യം നമ്മൾ പറയുന്നത്, എല്ലാ ദിവസവും എന്നാണ് രണ്ടാമത് പറയുന്നത്, ഭക്ഷണം മൂന്നാമത്, കഴിക്കുന്നു എന്നാണ് പറയാ. അതിന് നമ്മൾ പിന്നെ ഹിന്ദിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഞാൻ എന്നുള്ളതിന്റെ നേരെ ഹിന്ദി വാക്ക് കൊടുത്താൽ മതി, ഞാൻ മേം. എല്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹിന്ദി വാക്ക് സബ് എന്ന് കൊടുത്താൽ മതി, എല്ലാ, മേം സബ്. ദിവസവും എന്ന് പറഞ്ഞാൽ ദിൻ എന്നാണ്, അപ്പം മേം സബ് ദിൻ. അപ്പം ഭക്ഷണം എന്ന് പറഞ്ഞാൽ കാന എന്നാണ്, കാന, മേം സബ് ദിൻ കാന. കഴിക്കുന്നു, കാത്താഹെ എന്ന് പറഞ്ഞാൽ എന്തായി, ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കും. അതായത് നമ്മുടെ മലയാളത്തിന്റെ അതേ സ്ട്രക്ചറിൽ തന്നെ നമുക്ക് ഹിന്ദി പറയാൻ വേണ്ടി പറ്റും. അതായത് മലയാളത്തിലുള്ള എന്ത് വാക്കാണോ ഉപയോഗിക്കുന്നത് അതിന് പകരമായിട്ടുള്ള ഹിന്ദി വാക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദിയിൽ ആ സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ആ സെന്റൻസ് തന്നെ തീർത്തും വ്യത്യസ്തമായിരിക്കും. അപ്പം ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഈറ്റ് ഫുഡ് എവറി ഡേ എന്നാണ്. ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാറുണ്ട് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വരുമ്പം ഐ ഈറ്റ് ഫുഡ് എവറി ഡേ എന്നാണ് വരിക. അപ്പൊ ആദ്യമായിട്ട് ഞാൻ എന്ന് വരിക, ഈറ്റ് ഞാൻ കഴിക്കാറുണ്ട്, ഫുഡ് ഭക്ഷണം, എവറി ഡേ എല്ലാ ദിവസവും. അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞ ആരാണ് കഴിക്കുന്നത് എന്നാണ്, ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ആദ്യം വരുന്നത്. രണ്ടാമതായിട്ട് പിന്നെ എന്താണ് ചെയ്യുന്നത് എന്നാണ്, അതായത് കഴിക്കുന്നു എന്നുള്ള കാര്യമാണ്. മൂന്നാമതായിട്ട് എന്തിനെയാണ് ചെയ്യുന്നത്, അതായത് എന്തിനെയാണ് കഴിക്കുന്നത്, ഭക്ഷണത്തെ കഴിക്കുന്നു. പിന്നെ അവസാനമായിട്ട് വരുന്നത് എപ്പോഴാണ് കഴിക്കുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ആര്, പിന്നെ ആര് എന്തിനെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, എന്തിനെ ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു, ആര്, എന്ത്, എന്തിനെ, എപ്പോൾ. ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മളെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ആര് ചെയ്യുന്നു എന്നായിരിക്കും ഫസ്റ്റ് വരിക, പിന്നെ എന്ത് ചെയ്യുന്നു എന്നാണ് വരിക, പിന്നെ എന്തിനെ ചെയ്യുന്നു എന്നാണ് വരിക, പിന്നെ എപ്പോൾ ചെയ്യുന്നു. ആര്, എന്ത്, എന്തിനെ, എപ്പോൾ. ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കാര്യങ്ങൾ പോവുക. അപ്പോ ഇംഗ്ലീഷിൽ ഈ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. കാരണം ഇംഗ്ലീഷ് എപ്പോഴെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചവരായിരിക്കുമല്ലോ നിങ്ങൾ. അപ്പോൾ ആ ഒരു വാക്കുകൾ നമ്മൾ ഒന്നുകൂടി ഓർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ പറയാണ്. ഫസ്റ്റ് ആയിട്ട് എന്താണ്, പിന്നെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് നമ്മൾ എന്ത് പറയും, സബ്ജക്റ്റ് എന്നാണ് പറയാ. ആര് ചെയ്യുന്നു എന്നുള്ളതിനാണ് പറയണ, ചെയ്യുന്ന ആളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയാം. ഞാൻ കഴിക്കുന്നു എന്നാണെങ്കിൽ അപ്പം അവിടെ ഉള്ള ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ ഞാനാണ്, അപ്പൊ ഞാനാണ് സബ്ജക്റ്റ്. രാമു ചെയ്യുന്നു എന്നാണെങ്കിൽ അവിടെ പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാണ്, രാമുവാണ്. അപ്പം ആ പ്രവൃത്തി ചെയ്യുന്ന സബ്ജക്റ്റ് രാമു എന്ന ആളാണ്. പിന്നെ അവൻ ചെയ്യുന്നു എന്നാണെങ്കിൽ അവിടെ പ്രവൃത്തി ചെയ്യുന്ന ആൾ അവനാണ്. അപ്പം അവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് അവൻ എന്ന ആളെ കുറിച്ചായിരിക്കും. അവൾ ചെയ്യുന്നു എന്നാണെങ്കിൽ അപ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് എന്തായിരിക്കും, അവളായിരിക്കും. അപ്പൊ അതുപോലെ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അയാളെ കുറിച്ചാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ ഏതെങ്കിലും വിധേന അറിയാത്തവരുണ്ടെങ്കിൽ ഓർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ പറയുന്നതാണ് വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നാണ് അർത്ഥം, പ്രവൃത്തി. അതായത് എന്ത് ചെയ്യുന്നു,
ആര് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ആരാണോ ചെയ്യുന്നത് അയാളെ കുറിച്ച് സബ്ജക്റ്റ് എന്ന് പറയാം. എന്ത് ചെയ്യുന്നു, അതായത് എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയെ കുറിച്ച് വെർബ് എന്ന് പറയാം. വെർബ് ചെയ്യപ്പെടുന്ന പ്രവൃത്തിയെ കുറിച്ച്. ഭക്ഷണം കഴിക്കുന്നു എന്നാണെങ്കിൽ കഴിക്കുന്നു എന്ന ആ പ്രവൃത്തി, നടക്കുന്നു എന്നാണെങ്കിൽ നടക്കുന്നു എന്നുള്ള പ്രവൃത്തി, ഓടുന്നു എന്നാണെങ്കിൽ ഓടുന്നു എന്നുള്ള പ്രവൃത്തി. ഇവിടെ ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ വാക്കുകളിൽ എങ്ങനെയാണ് ഒരു കാര്യം പ്രവൃത്തിയാണോ എന്ന് മനസ്സിലാക്കുക. പ്രവൃത്തിയിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് 3 കാലഘട്ടങ്ങളിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അതായത് എന്താണ്, നടക്കുക എന്നുള്ളൊരു പ്രവൃത്തിയാണ് അല്ലെ. നടന്നു എന്ന് പറയാൻ വേണ്ടി പറ്റും ഭൂതകാലത്തിലേക്ക് മാറ്റിയിട്ട്. നടക്കും അതായത് ഭാവി കാലത്തിലേക്ക് മാറ്റി. നടന്നുകൊണ്ടിരിക്കുന്നു അതായത് വർത്തമാന കാലത്തിലേക്ക് മാറ്റി. അങ്ങനെ 3 രൂപത്തിലേക്ക് അതിനെ മാറ്റാൻ വേണ്ടി പറ്റും. ഓടുക എന്ന് പറയുന്ന പ്രവൃത്തി, ഓടും എന്ന് പറഞ്ഞാല് ഭാവി കാലമാണ്. ഓടി എന്ന് പറഞ്ഞാൽ ഭൂതകാലമാണ്. ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലോ വർത്തമാനകാലം. അപ്പൊ അങ്ങനെ 3 രൂപങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി. പഠിച്ചു ഒരു പ്രവൃത്തിയാണ്. അപ്പം പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭൂതകാലം, കഴിഞ്ഞു പോയ കാലമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലോ അത് വർത്തമാന കാലമാണ്. പഠിക്കും എന്ന് പറഞ്ഞാലോ അത് ഭാവി കാലമാണ്. അപ്പൊ അങ്ങനെ 3 രൂപങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പം പ്രവൃത്തി വെർബുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ 3 രൂപങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. എന്നാൽ വെർബ് അല്ലാത്ത നൗണുകൾ എന്ന് പറയും, പേരുകൾ. അപ്പൊ ഉദാഹരണം നോക്കുക, ഒരു പുസ്തകം എന്ന് പറഞ്ഞൊരു പേരാണ്. അത് നമുക്ക് 3 രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റൂല. പ്രവർത്തികളെ 3 രൂപത്തിലേക്ക് മാറ്റുന്ന പോലെ ഇപ്പം ഓടി എന്ന വാക്കിനെ ഓടും, ഓടിക്കൊണ്ടിരിക്കുന്നു, ഓടി എന്നിങ്ങനെ 3 ആക്കാൻ പറ്റും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുസ്തകം എന്ന വാക്കിനെ 3 ആക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് പ്രത്യേകത. അപ്പം വെർബുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ 3 രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. അതൊരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളായിരിക്കും. പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് വെർബ് എന്ന് പറയുന്നത്. പിന്നെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒബ്ജക്റ്റ്. അപ്പം എന്തൊക്കെ നമ്മൾ പഠിച്ചത്, സബ്ജക്റ്റ് എന്താന്ന് പഠിച്ചു, പിന്നെ വെർബ് എന്താന്ന് പഠിച്ചു, നൗൺ എന്താന്ന് പഠിച്ചു, ഒബ്ജക്റ്റ് എന്താന്ന് പഠിച്ചാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ പ്രവർത്തിച്ചിരുന്നത്. അതായത് എന്താണ്, ഞാൻ ഭക്ഷണത്തെ കഴിച്ചു അല്ലെ. ഞാൻ എന്ന് പറഞ്ഞ പ്രവൃത്തി ചെയ്ത സബ്ജക്റ്റ്. പിന്നെ കഴിച്ചു എന്ന് പറഞ്ഞത് എന്താ, പ്രവൃത്തി. എന്തിനെയാ പ്രവർത്തിച്ചത്, അതായത് ഭക്ഷണത്തെയാണ് കഴിച്ചത് അല്ലെ. അപ്പോ ആ എന്തിനാണോ അവിടെ പ്രവൃത്തി ഉണ്ടായത്, എന്തിന്മേലാണോ അതിനെ കുറിച്ച് നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റും. ഞാൻ അവനെ അടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ആരാണ്, സബ്ജക്റ്റ് ആണ്. പിന്നെ അടിച്ചു എന്ന് പറഞ്ഞത് പ്രവൃത്തിയാണ്. അവനെ, ആരെ അടിച്ച, അടി കൊണ്ട ആളാരാണ്, അവൻ. അപ്പൊ അവനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം, അവന് ഒബ്ജക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം വെർബ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, പിന്നെ നൗൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വസ്തുക്കളുടെ പേരാണ്. ആ കാര്യം ഓർക്കുക. അപ്പം വെർബ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. പിന്നെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്ത ആളാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഏറ്റയാളാണ്. അതായത് ഞാൻ രാമുവിനെ അടിച്ചു എന്നാണെങ്കിൽ ഞാൻ ആരാണ്, പ്രവൃത്തി ചെയ്ത ആളാണ്. രാമു പ്രവൃത്തി ഏറ്റ ആളാണ്. അപ്പം പ്രവൃത്തി ഏറ്റ ആളുണ്ടല്ലോ, അടി കൊണ്ടയാൾ, അയാളെ കുറിച്ചാണ് ഒബ്ജക്റ്റ് എന്ന് പറയുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് അതിൽ മനസ്സിലാക്കേണ്ടത്.